ചെയ്തു. പക്ഷെ ഭരിക്കാനായിട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് കൊടുക്കാനായിട്ട് സാധനം വേണ്ടേ? അങ്ങനെ ഒരു കാര്യം നടക്കത്തില്ല. അന്ന് റേഷൻ കടയിൽ ഒരു മണ്ണാങ്കട്ടയില്ല, ഗവൺമെന്റിന്റെ ചെലവിൽ അരിയും കൊടുക്കത്തില്ല, ഗോതമ്പ് കൊടുക്കത്തില്ല, ഒന്നും കൊടുക്കത്തില്ല. അപ്പോഴാണ് ഒരു അമ്മ മനസ്സ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പതാക വാഹയായിട്ട് വന്നത്. ആരാണത്? 1959 ആദ്യമായിട്ട് നാഗ്പൂർ കോൺഗ്രസിന്റെ പ്രസിഡന്റായിട്ട് വന്നു ഇന്ദിരാ പ്രിയദർശിനി. അവിടെ ചർച്ച ചെയ്ത പ്രധാന വിഷയം ഇന്ത്യയിലെ ജനകോടികൾക്ക് ഗവൺമെന്റിന്റെ ചെലവിൽ റേഷൻ കൊടുക്കണം. റേഷനിയെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. ഉറങ്ങരുതിരുന്ന് ഉറങ്ങരുത്. അന്നവിചാരം, മുന്നവിചാരം, ഭിന്നവിചാരം, കാര്യവിചാരം. ഏറ്റവും പ്രധാനപ്പെട്ടത് ഭക്ഷണമാണ്. അന്നത് സ്വപ്നത്തില്ലായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, നമ്പൂരിപ്പാണ്ഡ്യ ഗവൺമെന്റ് പിണ്ണാക്ക് കൊടുത്ത കാലഘട്ടം. എന്തായിരുന്നു പിണ്ണാക്ക്? അവസാനം കൊടുക്കാനില്ലാതെ വന്നു, പ്രക്ഷോഭണമായി. കൊടുക്കാനില്ല വന്ന് പ്രക്ഷോഭണം. കോഴിക്ക് കൊടുക്കുന്ന പോലെ അരയോൺ സരിയാണ് കൊടുക്കുന്നത്. നമ്മുടെ ഈ നാഴിയൊക്കെ, പഴയ കാലത്തെ നാഴിയൊക്കെ ഇങ്ങനെ തിരിച്ചു വെച്ചാൽ അതിൻ്റെ മൂട്ടിൽ ഒരു അളവുണ്ടായിരുന്നു. അതാണ് ആഴക്കെന്ന് പറയുന്നത്. ആഴക്കരി ഇത് നമ്പൂരി കോഴിക്കുഞ്ഞിന് തിന്നാനോ ഇറച്ചി തിന്നുന്ന നമ്പൂതിരി തനിക്കുമില്ലേ കുഞ്ഞുങ്ങൾ എന്ന് നമ്മൾ മുദ്രാവാക്യം വിളിച്ച കാലഘട്ടം. തീർന്നില്ല. കമ്മ്യൂണിസ്റ്റുകാരും വിളിച്ചൊരു മുദ്രാവാക്യമുണ്ട്. ചക്കയും മാങ്ങയും മുമ്മാസം, ചക്കയും മാങ്ങയും മുമ്മാസം, ചേനയും ചേമ്പും മുമ്മാസം, താളും തകരയും മുമ്മാസം, അങ്ങനെ ഇങ്ങനെ മുമ്മാസം. അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ താളുമില്ല, തകരയില്ല, പുല്ലുമില്ല, ഒരു മണ്ണാങ്കട്ടയില്ല. ആകപ്പാട് പട്ടിണിയാ. അപ്പൊ അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് ഇന്ദിരാ പ്രിയദർശിനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി വരുന്നു. അവിടെ ചർച്ച ചെയ്ത മുഖ്യ വിഷയം, പത്രക്കാർ പിറ്റേ ദിവസം ഭ്രാന്താണിത്, സർക്കാരിനെ കൊണ്ട് നടക്കുന്ന കാര്യമാണോ ഇത്? ജനകോടികൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് ഹിമാലയം പോലുള്ള ഒരു കാര്യം. എങ്ങനെയാണ് സർക്കാർ ചെയ്യുന്നത്? പക്ഷെ അവിടെ വെച്ച് തീരുമാനിച്ചു, കൊടുത്തേ പറ്റൂ ഏതെങ്കിലും മാർഗത്തിലൂടെ. ആ പ്രിയദർശിനി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി 1966 വരുമ്പോഴാണ് ആദ്യമായിട്ട് റേഷൻ കട ഉണ്ടാക്കുന്നത്. അങ്ങനെയാണ് റേഷൻ കൊടുക്കുന്നത്. എങ്ങനെയുണ്ട്? അതുപോലെ തന്നെ ഒരു മഹാകാര്യമല്ലായിരുന്നു തൊഴിലുറപ്പ് പരിപാടി, ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ. അപ്പോൾ ഭക്ഷണം കൊടുത്തു, പിന്നീട് അധികാരം കൊടുത്തു, പഞ്ചായത്ത് രാജിലൂടെ അധികാരം കൊടുത്തു, പിന്നീട് പ്രസവരക്ഷ ഏറ്റെടുത്തൊരു രാജ്യം. UP ഭരിച്ച 10 വർഷക്കാലമില്ലേ, പ്രസവരക്ഷ ഏറ്റെടുത്തൊരു കാലഘട്ടമാണ്. അരമണിക്കൂർ കൊണ്ടൊരു വത്തിക്കാനുണ്ടാകുന്ന രാജ്യമാണ് നമ്മുടെ രാജ്യം എന്ന് പറയുന്നത്. അരമണിക്കൂർ കൊണ്ട് 900 ജനനം, 900 പ്രസവം നടക്കുന്ന രാജ്യമാണ് നമ്മുടെ രാജ്യം. അപ്പോൾ 900 ഒരു മണിക്കൂറാകുമ്പോൾ 1800, 40,000, 24 മണിക്കൂർ കൊണ്ട് 40,000 പേര് ജനിച്ചു വീഴുന്ന ഒരു മണ്ണാണ് ഈ മണ്ണ്. നിസ്സാര കാര്യമല്ല. 1,70,00,000 പേര് ഒരു വർഷം ജനിച്ചു വീഴുന്ന ഈ ഭാരതത്തിൽ പ്രസവരക്ഷ ഏറ്റെടുത്തു ഒരു ഗവൺമെന്റ്. ഇപ്പം ആ സ്കീം ഉണ്ടായില്ലെന്ന് എനിക്കറിയില്ല. ഇല്ല, ആ സ്കീമില്ല. 3000 രൂപ വെച്ച് കൊടുക്കുവാൻ പ്രസവരക്ഷ. അപ്പോൾ ഇതൊക്കെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലേക്ക് വനിത കടന്നു വന്നപ്പോഴാണ്, സോണിയാഗാന്ധി കടന്നു വന്നപ്പോഴാണ്, ഇന്ദിരാഗാന്ധി കടന്നു വന്നപ്പോഴാണ് ഈ മാറ്റങ്ങൾ ഉണ്ടായത്. ഈ മാറ്റങ്ങൾക്ക് വിധേയമായി നമുക്ക് പോകുവാൻ കഴിഞ്ഞത് ഈ ഒരു കാലഘട്ടത്തിലൂടെയാണ്. നിസ്സാര കാര്യമല്ല. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രം എന്ന് പറയുന്നത് ത്യാഗത്തിൻ്റെതായി, വേദനയുടേതായി ഉള്ള ചരിത്രമാണ്. നിസ്സാര കാര്യമല്ല. അപ്പോൾ അതിലൂടെയാണ് നമുക്ക് മുന്നോട്ട്. അപ്പോൾ അവിടെയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, നമ്മൾ 1956 മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒരു വനിതാ വിഭാഗം ഉണ്ടാകുന്നത്. അതിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത് KR ഗൗരിയമ്മയാണ്. ആദ്യത്തെ പ്രസിഡന്റ്. ആദ്യത്തെ സെക്രട്ടറി എന്ന് പറയുന്നത് സുശീല ഗോപാലനാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ, 1917 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി ഒരു വനിത വന്ന മണ്ണാണിത്, ഒരു പാർട്ടിയാണ്. അതാണ് ആനി ബസന്റ് 1917. ഇപ്പോൾ 107 വർഷങ്ങൾക്ക് മുമ്പ്. അത് കഴിഞ്ഞ് ഇന്ദിരാ പ്രിയദർശിനി വന്നു, ആനി ബസന്റ് വന്നു, എൻ്റെ 3-4 വനിതകൾ വന്നു ആ ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ അതൊരു നിസ്സാര കാര്യമല്ല. അപ്പോൾ ഇപ്പോൾ ആരാ നമ്മൾ നയിക്കുന്നത്? ഒരു തർക്കവുമില്ല കാര്യത്തിൽ. നമ്മുടെ കേരളത്തിൽ വന്ന് എത്തിയിരിക്കുന്ന ആ ഒരു ചൈതന്യമില്ലേ? പ്രിയങ്ക ഗാന്ധി കത്തി എരിയുന്ന വേനലിനപ്പുറം ഒരു നല്ല പൂക്കാലമുണ്ടല്ലോ. കത്തി എരിയുന്ന വേനലിനപ്പുറം ഒരു നല്ല പൂക്കാലമുണ്ടല്ലോ. വസന്തകാലം
വരുന്നെന്നോതി വാസന്തിത്തെന്നലും വന്നു, പ്രിയങ്ക ഗാന്ധിയും വന്നു. എങ്ങനെയുണ്ട്? നമ്മൾ കാണുന്നൊരു നിസ്സാര ആളല്ലേ. ഈ ബുദ്ധമതത്തെക്കുറിച്ച് PhD എടുത്ത ആളാണ് പ്രിയങ്ക ഗാന്ധി എന്ന് പറയുന്നത്. അവിടെയാണ് ഈ കുടുംബ മഹത്വം എന്താണ് ഏതാണ് എന്ന് നമുക്ക് മനസ്സിലാകും. ഈ മാർക്സിസ്റ്റുകാരൻ പറയുന്ന കണക്ക്, BJP-കാരൻ പറയുന്ന കണക്ക് വെറും ഒരു കുടുംബമാണോ ഇത്? അല്ല, കുടീരമാണിത്. കുടീരവും കുടുംബവും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്താ കുടീരവും കുടുംബവും തമ്മിൽ വ്യത്യാസം? ത്യാഗത്തിൻ്റെതാണ് കുടീരം, വേദനയുടേതാണ്, അർപ്പണത്തിൻ്റെതാണ് കുടീരം. അങ്ങനെ ഒരു ഇന്ത്യൻ രാഷ്ട്രീയത്തിലല്ല, ലോക പൊളിറ്റിക്സിൽ ഇതുപോലെ ഒരു കുടുംബം, ഇതിന് സമാനം നിൽക്കുന്ന, ലോകമാകെ അറിയപ്പെടുന്ന ഒരു കുടുംബം എന്ന് പറയുന്നത് കെന്നഡിയുടെ കുടുംബം മാത്രമേ ഉള്ളൂ. കെന്നഡിയുടെ കുടുംബം, ജോൺ കെന്നഡിയുടെയും റോബർട്ട് കെന്നഡിയുടെയും കുടുംബം അതുപോലൊരു കുടുംബമാണ്. നമുക്കറിയാം. ആരെ അറിയാം? രാഹുൽ ഗാന്ധി അറിയാം, അച്ഛനെ അറിയാം, രാജീവ് ഗാന്ധി അറിയാം, അമ്മയെ അറിയാം, ഇന്ദിരാഗാന്ധി അറിയാം, അച്ഛനെ അറിയാം, ജവഹർലാൽ നെഹ്റുവിനെ അറിയാം. നെഹ്റുജിയുടെയും അച്ഛനെ നമുക്കറിയാം, മോട്ടിലാൽ നെഹ്റു. മോട്ടിലാൽ നെഹ്റുവിൻ്റെയും അച്ഛനെ അറിയാം, ഗംഗാധർ റാവു. ഗംഗാധർ റാവുവിൻ്റെയും അച്ഛനെ നമുക്കറിയാം, ലക്ഷ്മി നാരായണൻ മിശ്ര. ലക്ഷ്മി നാരായണൻ മിശ്രയുടെയും അച്ഛനെക്കുറിച്ച് ചരിത്രം പറയുന്നു, രാജ് കൗൾ. എങ്ങനെയുണ്ട്? അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ പൈതൃകമാണ് നമ്മുടെ പൈതൃകം എന്ന് പറയുന്നത്. ഈ പ്രിയങ്ക ഗാന്ധിയെ നമുക്ക് വിഷലിലൂടെ നമുക്ക് കാണാൻ കഴിഞ്ഞു. നല്ല വയലറ്റ് സാരിയും ബ്ലൗസും ഒക്കെ ആയി, വയലറ്റ് കളറുള്ള വണ്ടിയും ഒക്കെ ആയി. എല്ലാവരുടെയും മനസ്സിൽ ആ ചിത്രമുണ്ട്. എൻ്റെ മനസ്സിൽ അതല്ല ചിത്രം. കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് ഉച്ച 12-1 മണിക്കാണ് ആ കൽപ്പറ്റ പട്ടണത്തിൻ്റെ ആ തിളയ്ക്കുന്ന റോഡിലൂടെ ഈ വാഹനം മുന്നോട്ട് പോകുന്നത്. രാഹുൽ ഗാന്ധിയുടെ വാഹനം. രാഹുൽ ഗാന്ധിക്കൊപ്പം പ്രിയങ്ക ഗാന്ധിയുമുണ്ട്. കഴിഞ്ഞ ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പല്ല, 2019 ഈ ചൂട്, ഈ കത്തിജ്വലിക്കുന്ന മേളിലും താഴെയിൽ നിന്ന് ഉണ്ടായ ഈ ചൂടിൽപ്പെട്ട് ലക്ഷക്കണക്കിന് ജനങ്ങളാ തടിച്ചുകൂടി നിൽക്കുന്നത്. ഇതിനിടയിൽ നിന്ന് ഒരു വീഡിയോഗ്രാഫർ ബോധവറ്റ തറയിൽ പോയി ചാടി ഇറങ്ങി. പ്രിയപ്പെട്ടവരെ, 2 പേര്, പോലീസുകാരല്ല, ബ്ലാക്ക് കാറ്റ് കമാൻഡോകളല്ല, രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും. രാഹുൽ ഗാന്ധിയാണ് താങ്ങിയെടുക്കുന്നത്. പ്രിയങ്ക ഗാന്ധി ആ വീഡിയോ ഫോട്ടോഗ്രാഫറായ അജ്ഞാതനായ ആ ഒരു ചെറുപ്പക്കാരൻ്റെ പാദത്തിൽ നിന്ന് ഷൂസ് അഴിച്ച് എടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ചു നിൽക്കുന്ന ഒരു കാഴ്ചയുണ്ട്. ഒരിക്കലും മനസ്സിൽ നിന്ന് പറിച്ചാൽ മാറാത്ത കാഴ്ച. അതാണ് നെഹ്റു കുടുംബത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത്. നെഹ്റു കുടുംബത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത് വസന്തകാലം വരുന്നെന്നോതി വാസന്തിത്തെന്നലിനെ പോലെയാണ് പ്രിയങ്ക ഗാന്ധി വന്നത്. അപ്പം നമ്മളൊക്കെ കരുതുന്ന ഒരു പൈതൃക വാഹകരല്ല നമ്മൾ. മഹാപൈതൃകത്തിൻ്റെ സന്ദേശവാഹകരാണ്. നമ്മളെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നു, ഒരു തർക്കവുമില്ല കാര്യത്തിൽ. ഈ 1930-40 കാലഘട്ടത്തിൽ ഞാൻ ചുരുക്കുക, കാര്യം ദീർഘമായ ഒരു പ്രസംഗവുമായി കടന്നു പോകുവാൻ ഈ വേദി ഉപയുക്തമല്ല, അതുകൊണ്ട് ഞാൻ ചുരുക്കുക. 1940 BK നെഹ്റു എന്നാണ് ഇന്ദിരാഗാന്ധിയുടെ കസിൻ്റെ പേര്. BK നെഹ്റുവും ഇന്ദിരാജിയുമായി സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ BK നെഹ്റു പറഞ്ഞു, അപ്പോൾ ഒരേ പ്രായമാണ്, 2 പേരും ജനിച്ചത് 1917. 1920 എനിക്ക് 3-4 വയസ്സുള്ളപ്പോൾ ഇന്ദിര, ഞാൻ വളർന്നത് ആനന്ദഭവനിലാണ്. ഇന്ദിര എവിടെയായിരുന്നു? ഇന്ദിരാജി എന്താ പറഞ്ഞത്? ഞാനും അവിടെയായിരുന്നു വളർന്നത്. ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? ആനന്ദഭവൻ എന്ന മറ്റൊരു ബക്കിംഗ്ഹാം കൊട്ടാരം, മറ്റൊരു സാർ ചക്രവർത്തിയുടെ കൊട്ടാരം, ബ്രൂണെ സുൽത്താൻ്റെ കൊട്ടാരം, അതിനേക്കാൾ വലിയൊരു കൊട്ടാരത്തിൽ 100 ജോലിക്കാരുള്ള ആ വലിയൊരു കൊട്ടാരത്തിൽ ഏക്കറുകൾ കണക്കിന് പരന്നു കിടക്കുന്ന ഒരു കൊട്ടാരത്തിൻ്റെ ഒരറ്റത്ത് നടക്കുന്ന ജീവിത ചലനങ്ങൾ മറുഭാഗം അറിയുന്നില്ല, മറ്റേ അറ്റം അറിയുന്നില്ല. അവിടെയാണ് 2 പേര് വളർന്നത്. പ്രിയപ്പെട്ടവരെ, തമാശ രൂപത്തിലാണെങ്കിലും ചരിത്രത്തിൽ ഇന്ത്യ വിലക്ക് ചോദിച്ചു എന്നാണ്. അത് തമാശയായിട്ടാണ് ജവഹർലാൽ നെഹ്റു തൻ്റെ
ജീവചരിത്രത്തിൽ ഡിസ്കവറി ഓഫ് ഇന്ത്യ അല്ല, ജവഹർലാൽ നെഹ്റുവിൻ്റെ വേറെ ജീവചരിത്രമുണ്ട്. അത് തമാശയായിട്ടാണ് പറയാം. കാര്യം അത്ര കുബേരമായിരുന്ന കാര്യം. അപ്പം അവരോട് ചേർത്ത് വെക്കുന്നത് രാജാക്കന്മാരുടെ കാര്യമായിരുന്നു ചേർത്ത് വെച്ചുകൊണ്ടിരുന്നത്. അപ്പം മോട്ടിലാൽ നെഹ്റുവിൻ്റെയും ജവഹർലാൽ നെഹ്റുവിൻ്റെയും രാജകീയ പുത്രി ഇന്ദിരാ പ്രിയദർശിനി, പ്രിയപ്പെട്ടവരെ, മരിക്കുന്നതിന് മുമ്പായി എഴുതി വെച്ച വിൽപ്പത്രത്തിൻ്റെ മൊത്തം മൂല്യം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? 15 ലക്ഷം രൂപ. രാജീവിനും സജ്ജയനുമായിട്ട് എഴുതി വെച്ചത് 15 ലക്ഷം രൂപയുടേതാണ്. ഇന്ത്യ വിലക്ക് ചോദിക്കാൻ കഴിവുള്ള ഒരു ഫാമിലി, ആ ഫാമിലിയിൽ നിന്നാണ് ഞാനിത് പറയുന്നത്. അതായാണ് നമ്മുടെ പൈതൃകം എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് 1929 ആ കാലഘട്ടം എന്നൊക്കെ പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റിനെ വിളിക്കുന്നത് രാഷ്ട്രപതി എന്നാണ് വിളിക്കുന്നത്. രാഷ്ട്രപതി. അത് മഹാത്മാഗാന്ധി 1924 കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയപ്പോൾ മുതലാണ് രാഷ്ട്രപതി എന്ന് വിളിക്കാൻ തുടങ്ങിയത്. ബ്രിട്ടീഷ് രാജാവിനും ബ്രിട്ടീഷ് പ്രധാനമന്ത്രിക്കും ഒപ്പം ഇന്ത്യയിലെ ജനകോടികൾ ഇന്ത്യ എന്ന വികാരത്തെ ഉയർത്തിവെച്ചു. രാഷ്ട്രപതി അങ്ങനെയാണ് വിളിക്കാൻ തുടങ്ങിയത്. അപ്പോൾ 1929 അപ്പൂപ്പനിൽ നിന്ന് അച്ഛൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പതാക സ്വീകരിക്കുന്നു. എവിടെ? ലാഹോർ AICC. അവിടെ ഒരു 12 വയസ്സുകാരിയുണ്ട്. ഒരു 12 വയസ്സുകാരി ഹിന്ദു, 12 വയസ്സാവുള്ളത്. ആ കാലഘട്ടത്തിലൊക്കെ സ്വാതന്ത്ര്യമൊന്നും സോഷ്യലിസമൊന്നും ഒക്കെ പറഞ്ഞാൽ ഷൂട്ട് ചെയ്യും. 1929 സംഭവം നടക്കുന്നത്. അതിന് 10 വർഷം മുമ്പാണ് ഒരു കാര്യമില്ലാതെ 1000 പേരെ ഷൂട്ട് ചെയ്ത് കൊന്നത്. അതാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ വെച്ചാണ് പൂർണ്ണ സ്വാതന്ത്ര്യ പ്രമേയം ജവഹർജി അച്ഛൻ എഴുതി തയ്യാറാക്കിയിട്ട് പറഞ്ഞു, മോളെ നീ വായിക്കൂ എന്ന് പറഞ്ഞു. 1 ലക്ഷം ആൾക്കാരുടെ മുന്നിലാണ് ഇത് വായിക്കുന്നത്. 1 ലക്ഷം ആൾക്കാരുടെ മുന്നിൽ. പിന്നിലിരിക്കുന്നത് ആരൊക്കെയാണ്? ലോകമറിയുന്ന ഭീഷണശാലികൾ. അച്ഛനും അപ്പൂപ്പനും മാത്രമല്ല, പട്ടേലും മഹാത്മജിയും ഉൾപ്പെടെയുള്ളവർ പിന്നിലുണ്ട്, ആ വേദിയിലുണ്ട്. അവിടെയാണ് 12 വയസ്സുകാരി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രമേയം, സ്വാതന്ത്ര്യ പ്രതിജ്ഞ വായിക്കുന്നു. പ്രതിജ്ഞ വായിച്ചു കഴിഞ്ഞ് അച്ഛൻ മോളോട് പരസ്യമായി പറഞ്ഞു, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആദ്യമായി പ്രതിജ്ഞയെടുത്തത് മറ്റാരുമല്ല, നീയാണ് പ്രതിജ്ഞയെടുത്തത്. നീ ഇതൊരിക്കലും മറക്കാൻ പാടില്ല. ഇതെന്നാ സംഭവിക്കുന്നത്? ഇതെന്നാ നടക്കുന്നത്? 1929 ഇന്ദിരയ്ക്ക് 12 വയസ്സുള്ളപ്പോൾ. ഒരു 55 വർഷം കൂടെ പിന്നോട്ട് പോകുന്നു. 55 വർഷം കൂടെ പിന്നോട്ട് പോയി ഇന്ദിരാഗാന്ധിക്ക് 67 വയസ്സ്. 1984. 1929 12കാരി 1984 ആയപ്പോൾ 67 വയസ്സുകാരി പ്രസംഗിക്കുകയാണ്. എവിടെ? ഭുവനേശ്വർ പരേഡ് ഗ്രൗണ്ടിൽ. എൻ്റെ ഓരോ തുള്ളി ചോരയും ഇന്ത്യ കരുത്തുറ്റതാക്കി മാറ്റും. കൊലയാളിയുടെ സ്വപ്നത്തിൽ മാത്രമാണ് തകർച്ച. ഈ രാജ്യം തകരില്ല. മരണത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഒരു 67കാരി പ്രസംഗിക്കുന്നു. പ്രിയപ്പെട്ടവരെ, 55 വർഷം ബാല്യത്തിൽ നിന്ന് യൗവനത്തിൽ നിന്ന് വാർദ്ധക്യത്തിലെത്തിയപ്പോഴും ആ പ്രതിജ്ഞ മറന്നില്ല. അതാണ് നമ്മുടെ പാരമ്പര്യം. അതാണ് കസ്തൂർബാജിയുടെയും ഇന്ദിരാജിയുടെയും